ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കറി ലീവ്സ് വെച്ചുകൊണ്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ്. എല്ലാവരും കറികളിൽ നിന്നും കറിവേപ്പില എടുത്ത് കളയുകയല്ല ചെയ്യുക. ഇനി നമ്മൾ അങ്ങനെ കളയണ്ട. നമ്മുടെ ശരീരത്തിന് ഒരുപാട് വിറ്റമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുള്ള നമ്മുടെ കണ്ണിന് ഏറ്റവും നല്ലതാണ് കറിവേപ്പില. അതുപോലെ തന്നെ തലമുടിക്ക്, സ്കിന്നിന് ഇതെല്ലാം നല്ല ഇതാണ് കറിവേപ്പില നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് വെച്ച് ഇനി ഒരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം. ആദ്യം ഞാൻ 2 സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 1 ഇഞ്ച് വലിപ്പമുള്ള കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കായം നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. എൻ്റെ അടുക്കൽ കായപ്പൊടിയില്ല. നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. പക്ഷേ കായം ഇങ്ങനെ കട്ടിയായിട്ടുള്ള ആ കായത്തിനാണ് കൂടുതൽ ടേസ്റ്റും മണവും ഒക്കെ എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്, നിങ്ങൾക്ക് കായപ്പൊടിയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതാണുള്ളതെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ കായത്തിൻ്റെ കഷ്ണമാണുള്ളത്, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ നമുക്ക് അത് കോരി മാറ്റാം. പിന്നെ ആ ഓയിൽ ബാക്കിയുള്ളത് അത് നമുക്ക് ഇനി യൂസ് ചെയ്യാനുള്ളതാണ്. ഈ പൊടി നമുക്ക് ദോശയ്ക്കും അപ്പത്തിനും ചോറിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒന്നര എടുത്താൽ മതി. പിന്നെ അല്ലാതെ വീട്ടിൽ കറിവേപ്പില്ലാത്തവർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയല്ലേ ചെയ്യുന്നത്. വാങ്ങിച്ചിട്ട് കഴുകിയിട്ട് വേണം വീട്ടിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ അങ്ങ് ഇറുന്ന് വീഴുകയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പച്ച ഇതങ്ങ് മാറും. അന്നേരം ആ സമയത്തും നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമെല്ലാം തോർത്തി, ഒരു തുള്ളി വെള്ളം അതിനകത്ത് കാണരുത്. തലേ ദിവസം കഴുകി നമ്മളിങ്ങനെ അത് എല്ലാം ഉതിർത്തിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ ജലാംശം മൊത്തം മാറിക്കിട്ടും. അങ്ങനെ വേണം എടുക്കാൻ. അല്ലാതെ നമ്മൾ അന്നേരം കഴുകിയിട്ട് അന്നേരം എടുക്കുക. കണ്ട ഓരോന്നായിട്ട് ഇലയായിട്ടിരിക്കുന്ന 1 കപ്പ് കറി ലീവ്സാണ് നമ്മൾ ആ കായം വറുത്ത് ആ ഓയിൽ ഒഴിച്ചിട്ട്, അത് ഒരു തുള്ളി ഓയിൽ, ഒരു അര ടീസ്പൂണാണ് ഞാൻ ഒഴിച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അത് നല്ല കിലുങ്ങണം. നമ്മൾ മുളകും മല്ലിയൊക്കെ നമ്മൾ വറുത്തെടുക്കുമല്ലോ, അപ്പോൾ ഒരു കിലുക്കം വരുമല്ലോ. അത് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ അതേ രീതിയിൽ നമ്മൾ ആ കിലുങ്ങണം. ഇത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ വാരിയെടുത്താൽ നമുക്ക് അങ്ങനെ വാരിയെടുത്ത് അത് ഫ്രൈ ചെയ്യുന്ന രീതിയിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കുമ്പോൾ അത് ഒരു സുഖം വരുന്നില്ല. ഞാനതുകൊണ്ട് കൈ കൊണ്ടല്ല, നോക്കൂ, എല്ലാ ഭാഗത്തുമുള്ള പച്ചപ്പുള്ള ഇലകളെല്ലാം നമ്മൾ അങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കും. കൈ കൊണ്ട് തന്നെ ഇളക്കിയിട്ട് കൊടുക്കും. അന്നേരം എല്ലാ ഭാഗത്തുമുള്ള ഇലകൾ നന്നായിട്ട് ഫ്രൈ ആയി വരും. നല്ലപോലെ കിലുങ്ങണം. നമ്മളത് കൈ കൊണ്ട് വാരുമ്പം പൊടിയണം. ആ രീതിയിൽ അത് ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കണം. നോക്കൂ, തീരെ ലോ ഫ്ലെയിമിലാണ് ഞാനത് ഫ്ലെയിം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് നമുക്കത് കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തും, സ്പൂണ് കൊണ്ട് ഇളക്കുമ്പോൾ പകുതി കൂടുതലും അങ്ങ് താഴെ പോകും. അതുകൊണ്ട് ഞാൻ നോക്കൂ, അത് ഒരു 3/4 ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ബാക്കിയും കൂടെ കൈ കൊണ്ട് നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ കിളുങ്ങും. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ പൊടിയായ രീതിയിലായിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി വീണ്ടും നമ്മൾ അതിലേക്ക് കായം ഫ്രൈ ചെയ്ത ആ ഓയിൽ 1 സ്പൂണ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നോക്കും, ഉഴുന്ന് 2 സ്പൂണ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ ചെറുപയറും, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ, ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ സോൾട്ടും 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പിഴുപുളി ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് തീ അധികം ഒന്നും കൂട്ടി വെക്കണ്ട, ചെറിയ തീയിൽ അത് നന്നായിട്ട് നമുക്ക്
നന്നായിട്ട് ഗോൾഡൻ കളറാവുന്നിടം വരെ ഫ്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ശരീരത്തിന് വേണ്ട വിറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ കറിവേപ്പില നമ്മൾ കഴിക്കണം. നന്നായിട്ട് ഫ്രൈ ആകട്ടെ. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്കത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വറ്റൽ മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രൈ ചെയ്യാം. എൻ്റെ അടുക്ക വറ്റൽ മുളകില്ല, അതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ ജീരകം, ഇത് രണ്ടും കൂടെയാണ്. ഇത് ഫ്രൈ ചെയ്ത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്ത ആ ഉഴുന്നിൻ്റെ ഒക്കെ ചൂട് കൊണ്ട് ഈ മുളക് പൊടിയും ജീരകമൊക്കെ ഞാൻ ചൂടാക്കി പൊടിച്ചതാണ്. എങ്കിൽ തന്നെയും ആ ഒരു ഉഴുന്നിൻ്റെയൊക്കെ ചൂട് കൊണ്ട് ഇതൊന്നും കൂടെ ഒന്ന് ചൂടാകട്ടെ. എന്നിട്ട് നമുക്ക് അത് മാറ്റി വയ്ക്കാം. അത് മാറ്റി വെച്ചു. വീണ്ടും ലാസ്റ്റ് ആ ഓയിലെല്ലാം കഴിഞ്ഞു. നമ്മൾ കായം ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിൽ, ആ കായത്തിൻ്റെ ഗുണങ്ങളെല്ലാം ആ ഓയിലുണ്ട്. അതുകൊണ്ടാണ് ആ ഓയിൽ തന്നെ ചേർക്കാൻ പറയുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ ഒരു 7-8 വെളുത്തുള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തീരെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞിരിക്കുക. അതെല്ലാം ഒരുപോലെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ്. അതും ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. നന്നായിട്ട് അത് ഫ്രൈ ആയി വരണം, അല്ലെങ്കിൽ ചീത്തയായി പോകും നമ്മളത് പൊടിച്ച് വെക്കുമ്പോൾ. എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അത് നമ്മൾ കോരി മാറ്റാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് തണുക്കണം. നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അതിന് ശേഷം നമുക്കത് അല്പം 1 ഇഞ്ച് കനമുള്ള ഒരു ചെറിയൊരു കഷ്ണം ശർക്കര കൂടി ചേർത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. തരിതരിയായിട്ടുള്ള പൊടിയാണ് വേണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. ഞാൻ അങ്ങനെ പൊടിച്ചപ്പോൾ ഇവിടെ മക്കൾക്ക് അത് അങ്ങനെ വേണ്ട, നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് പൊടിച്ചപ്പോഴാണ് എനിക്കും ടേസ്റ്റ് തോന്നിയത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ. എന്ന് നിങ്ങളുടെ സ്വന്തം ഷീജ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണാം.